വീതി സ്വർഗത്തിലേക്കുള്ള വീതി ഒരു ചെറുപൂ വിരിയുന്ന കാലം ഒരു തിരിനാളം തെളിയുന്ന നേരം വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ഷീ ഈസ് ക്യാരിയിങ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. സോ ദിസ് ഇസ് അവർ ടോപ്പിക്, വി ആർ പ്രഗ്നൻറ്റ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇന്ന് എത്തിയിരിക്കുന്ന അതിഥികൾ മനോജങ്ങളും ദീപാൻഡിയാണ്. മനോജങ്ങൾ ബിസിനസ് ചെയ്യുന്നു, ദീപാൻഡി ഹോം മേക്കറാണ്. ഇവർക്ക് 7 മക്കളാണുള്ളത്. വെൽക്കം അങ്കിൾ, വെൽക്കം ആൻറ്റി ടു ദി ഷോ. യൂഷ്വലി ഈ നേരത്തെ മനു പറഞ്ഞ പോലെ ഭാര്യ മാത്രമാണ് പ്രഗ്നൻറ്റ് എന്ന് അഡ്രസ്സ് ചെയ്യപ്പെടാറ് പൊതുവെ പുറത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചാണ് ആ ഒരു റോള് ടേക്കപ്പ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭാര്യ എന്ന രീതിയിൽ, ഭർത്താവ് എന്ന രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ റോള് നിങ്ങൾ ഷെയർ ചെയ്തത് എന്ന് ഞങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? ഡെഫിനറ്റ്ലി. ആദ്യം തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കുഞ്ഞുവാവ മാത്രമല്ല, നല്ല സന്തോഷവും ആരോഗ്യം, മാനസിക ആരോഗ്യമുള്ളൊരു കുഞ്ഞുവാവനെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആ കുഞ്ഞുവാവയ്ക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേജാണ് ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ സ്റ്റേജ്. അപ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ നമ്മളെങ്ങനെ നമ്മുടെ വൈഫിനെ, അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും കുഞ്ഞുവാവയുടെ മനസ്സിൻ്റെ ആരോഗ്യം. അപ്പോൾ ആ സമയത്ത് അത് ഏറ്റവും ബെസ്റ്റ് തിങ് ഇസ് നമ്മൾ ഫോളോ ദ ബൈബിൾ, ഈശോൻ്റെ റൂൾസ്. മാത്യു 19:5 പറയുന്ന പോലെ എ മാൻ ഷുഡ് ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് എൻ്റെ ബൈബിൾ എഴുതുന്നത് ഹി ഷുഡ് ക്ലിങ് ടു ഹിസ് വൈഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിങ് ടു ഹിസ് വൈഫ്, ഐ ഷുഡ് ക്ലിങ് ടു മൈ വൈഫ്. ആ സ്നേഹവും സാമീപ്യവും സന്തോഷം എല്ലാം കൊടുക്കാൻ ഞാൻ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിൽ ഹാവ് എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ചൈൽഡ്. ദീപാൻഡി ആണല്ലോ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. എന്തൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയായിരുന്നു മനോജ് അങ്കിൾ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തതെന്ന് ഷെയർ ചെയ്യോ? ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു മനോജ് എൻ്റെ അടുത്തുണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം ഈശോ ശരിക്കും മനോജിനെ ഒരു ഫ്രീ ആക്കുകയും എപ്പോഴും അടുത്തുണ്ടാവാറുണ്ട് ആൾ. എനിക്ക് ഇങ്ങനെ ഇന്ന ഭക്ഷണം വേണമെന്നോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. കൂടുതലായിട്ട് മനോജ് അടുത്തുണ്ടാവണം എന്നായിരുന്നു എപ്പോഴുള്ള ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ ദീപ്സ് എന്ന് തന്നെ വിളിക്കാറ്. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വേറെ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ആ ഒരു വിളിയിൽ നിന്ന് തന്നെ പിന്നെ ആ ഒരു കെയർ തരുന്നതും. ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാവരെയും കെയറിങ് ആണ്. അപ്പോൾ മനു ആ ഒരു കെയർ കൊടുക്കുന്നതും ഒരു ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും അതൊക്കെ ശരിക്കും ഭയങ്കര നല്ലതാണ്. അമ്മയിൽ ആ ഒരു ജോയ് ഉണ്ടാവുന്ന ഒരു അപ്ലിഫ്റ്റിംഗ് ഉണ്ടാവണോ. വാവയ്ക്ക് അതൊരു ഫീൽ ചെയ്യും. ഏത് വിഷമാണെങ്കിലും സന്തോഷം എല്ലാം ഒരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കുകയാണ് ആ വാവ. അപ്പോൾ ഈ അപ്പൻ്റെ ഒരു സാമീപ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ പ്രഗ്നൻസി പീരീഡിൽ. നമ്മൾ വൈഫിനെ, നമ്മുടെ ഭാര്യേനെ സ്നേഹം അങ്ങനെ കൊടുക്കുക മാത്രമല്ല, കുറേ എല്ലാം ഈ വൈഫിനെ കുറേ കൂടെ റിലാക്സ് ചെയ്തിട്ട് ആ പീരീഡിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുവാണെങ്കിലേ, മേ ബി ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ ആയിരിക്കും, അതിലൊക്കെ നമ്മളും പാർട്ടേക്കുകയാണെങ്കിൽ അതും ഈ സ്നേഹത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണല്ലോ. അതെ അതെ. ശരിക്കും എൻ്റെ 5th വാവ മിസ്കാരേജ് ആയിപ്പോയി. അതിനുശേഷം മോള് 6th ഞാൻ വാവ ക്യാരിങ് ആയപ്പോൾ മോള് 2 വീക്സ് കഴിഞ്ഞപ്പോൾ മോള് സ്പോട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എനിക്ക് പറഞ്ഞിരുന്നത്. ശരിക്കും ആ സ്പോട്ട് ബ്ലീഡിങ്ങിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ മെയ്ഡ് പോകുന്നത്. ശരിക്കും 3 months എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റുമാണ്, വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. 3 months കംപ്ലീറ്റ്
വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. പക്ഷെ മക്കളുടെ ബാക്കി പിള്ളേരെ സ്കൂളിൽ വിടണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം, മെയ്ഡില്ല, എല്ലാം മനോജാണ് ചെയ്തിരുന്നത്. ശരിക്കും ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും മക്കളെ സ്കൂളിൽ വിടുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നെ വാവ ഉണ്ടാകുമ്പോൾ തന്നെ മക്കളുടെ അടുത്ത് പറയും ഇങ്ങനെ അമ്മ വാവയുണ്ട്. അപ്പോൾ അവർ വന്ന് അവരൊരു സാമീപ്യം, അവർ ടേക്ക് കെയർ ചെയ്യുന്നതും അവരുടെ സ്നേഹവും സന്തോഷവും തരുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരുപാട് നല്ല നല്ല ഇൻസൈറ്റ്സ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. വി ആർ പ്രഗ്നൻറ്റ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തന്നെയാണിത്. ഒരുപാട് ബ്യൂട്ടിഫുൾ ഷെയറിങ്സും ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഇവർ ഷെയർ ചെയ്തു. എല്ലാ പ്രേക്ഷകർക്കും ഇത് തീർച്ചയായിട്ടും ഇൻഫർമേറ്റീവ് ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് നമുക്ക് കേൾക്കാനുള്ളത്? നമുക്ക് ടോജിനാൻ്റെ മീന ചേച്ചി അവിടെ ഒരു ഗസ്റ്റിനെ റെഡിയാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് ജോർജ് ദേവസിയാണ്. ജോർജ് ഏട്ടൻ ഒരു ബിസിനസ് മാനാണ്. അപ്പം ഫോമർ GC യൂത്ത് ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. വൈഫിൻ്റെ പേര് നിമ്മി. 2 പെൺമക്കളുണ്ട്. 3ാമത്തെ ആൾ ഇതാ ഇപ്പോൾ കാലുകുത്തും. സോ വെൽക്കം ടു ദ ഷോ. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. ചേട്ടാ, ഇപ്പോൾ സാധാരണ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് ഇപ്പം വൈഫ് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ പറയും വൈഫ് പ്രഗ്നൻ്റ് ആണ് കേട്ടോ എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ടേം കേട്ടത് വി ആർ പ്രഗ്നൻ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പം ചേച്ചി ഇപ്പം പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പം ചേട്ടൻ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ന്യൂ ലൈഫ് നമ്മളുടെ ഫാമിലിയോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞൊരു ഫെസ്റ്റിവൽ മാതിരിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫെസ്റ്റിവൽ എൻ്റെ ആണെന്നോ നിൻ്റെ ആണെന്നോ ഒരിക്കലും പറയാറില്ല. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയാണ്. ശരിക്കും ഇത് ഹോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുടുംബത്തിലോട്ട് ഒരു കൊച്ചു വരുന്നുണ്ടെങ്കിൽ ആ ഏരിയ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ്. എല്ലാവരുടെയാണ് ഈ ഒരു സെലിബ്രേഷൻ. ബിക്കോസ് ഗോഡ് ഈസ് ഗിവിങ് എ ലൈഫ്, ന്യൂ ലൈഫ്. പിന്നെ ഈ ഒരു നമ്മൾ ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ലൈഫ്. ഇപ്പോൾ പ്രോ ലൈഫ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഐ ഓൾവേസ് സേ ദാറ്റ് പ്രോ ലൈഫ് ഈസ് ഇറ്റ് മീൻസ് നോട്ട് ഓൺലി ദ ലൈഫ് ഓഫ് ദ ചൈൽഡ് ഇൻ ദ വൂം. പ്രോ ലൈഫ് മീൻസ് ദ ലൈഫ് ഓഫ് ദ മദർ, the life of the husband, the life of the family, the children, the other children in the family. അപ്പോൾ പ്രോ ലൈഫ് എന്ന് പറഞ്ഞാൽ വി ആർ പ്രോ അബൌട്ട് ലൈഫ് ഇൻ ഓൾ ഫോംസ്. ഉറപ്പായിട്ട് ആ ബേബിയാണ് നമ്മളുടെ ഒരു ഗ്രേറ്റസ്റ്റ് പോയിന്റ് ഓഫ് ഹാപ്പിനെസ്. പക്ഷേ അതിൻ്റെ അടുത്തുള്ള എല്ലാ ലൈഫും സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സെലിബ്രേഷനിൽ നമ്മൾക്കൊരിക്കലും വി ഹാവ് ടു സേ വി ആർ പ്രഗ്നൻറ്റ്, നോട്ട് ഐ ആം പ്രഗ്നൻറ്റ്. വീട് മുഴുവൻ ഒരു ആഘോഷത്തിൻ്റെ ഒരു സെലിബ്രേഷനാണ്, ഒരു ഫെസ്റ്റിവലാണത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഹസ്ബൻഡിൻ്റെ റോള് ഓൾറെഡി കുറേ ഉണ്ട്, ഇനി കൂടുതൽ എടുക്കണ്ട. ഇപ്പോൾ അത് പുതിയ റോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഉത്തരവാദിത്തങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സാക്രമെൻറ്റ് ഓഫ് മാരേജ് എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് റോൾസ് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് മാരേജ് തന്നെ 2 people becoming 1 ആണ്. അപ്പോൾ നമ്മൾ 1 ആയിരിക്കുമ്പോൾ 2 റോളിലോട്ട് വിടാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോംപ്ലിക്കേഷനാണ്. പക്ഷേ ഈ വൺനെസ്സിൽ നിന്ന് ഷെയർ ചെയ്ത് വരുന്ന റോൾസ് ഉണ്ട്. നമ്മളൊരു മാൻ ആൻഡ് വുമൻ്റെ ബ്യൂട്ടിയിൽ നിൽക്കുന്ന പല റോൾസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ ഈ റോൾസ് ഒരിക്കലും നമ്മൾക്ക് സ്റ്റേഷനറി ആക്കാൻ പറ്റില്ല. ഇത് ഇസ് കോൺസ്റ്റൻ്റ്ലി മൂവിങ്, കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിമ്മി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് തുടങ്ങും. അങ്ങനെ തന്നെ നിമ്മിയുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന മാതിരി തന്നെ ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം പല ഫിസിക്കൽ ചേഞ്ചസ്, പല ഇമോഷണൽ ചേഞ്ചസ്, പല എന്താ പറയണ എല്ലാ രീതിയിലും ഒരു വുമൺ ചേഞ്ച് ചെയ്യാണ് പ്രഗ്നൻസിയുടെ സമയത്ത്. അങ്ങനെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡും ചേഞ്ച് ചെയ്യാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു പ്രഗ്നൻസി, ഞങ്ങളിത് 3ാമത്തെയാണ്, പക്ഷെ പ്രഗ്നൻസി തുടങ്ങിയാൽ തന്നെ ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ നോക്കും. ബിക്കോസ് നമ്മൾ വഴി our health is also, husband's health is very important. അങ്ങനെ തന്നെ പല റോളുകൾ ശരിക്കും പറഞ്ഞാൽ ഇൻക്ലൂഡിങ് വളരെ ഡേഞ്ചറസ് റോളുകൾ ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങും. അതെങ്ങനെയാണ് ഫാമിലിയിൽ എഫക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ എന്താണെങ്കിലും ചേച്ചിയോടും പിള്ളേരോടും ചോദിക്കാം അതെങ്ങനെയാണ് പോകുന്നതെന്ന്. പിള്ളേരെയും കെയർ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും കണ്ടേക്കുന്ന ഒരു ബ്യൂട്ടിയാണ്, ഒരു മദറാണ് ശരിക്കും പറഞ്ഞാൽ ലവ് ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ ഒരു ഫാമിലിയിൽ. ഹസ്ബൻഡുണ്ട്, ഫോർ ഷുവർ ഫാദറുണ്ട്, പക്ഷെ മദർ ഹാസ് എർ ഓൺ സ്പെഷ്യൽ ഒരു കെയറും ഒരു ബ്യൂട്ടി ഉണ്ട്. ശരിക്കും പ്രഗ്നൻസി തുടങ്ങി കഴിയുമ്പോൾ
ഒരു ഹസ്ബൻഡ് സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ട ഒരു റോളും കൂടിയാണത്. എന്ന് പറഞ്ഞാൽ എൻ്റെ 2 എൽഡർ എന്ന് പറഞ്ഞ ഡോട്ടേഴ്സിനോട് അവർ ഇപ്പോൾ എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ നിമ്മി ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി പ്രഗ്നൻസി. അപ്പം പല രീതിയിലും ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ റോൾസ് സ്വിച്ച് ചെയ്യാണ്. റോൾ സ്വിച്ചിങ് വരാം, സെക്കൻഡ് റോൾ എക്സ്പാൻഷൻ വരാം. ഈ റോൾസ് എല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ 2 പ്രഗ്നൻസിയുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ നിമ്മിയുടെ പല റോളുകളിലോട്ട് സ്വിച്ച് ചെയ്ത കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ റോൾസിൻ്റെ ബ്യൂട്ടിയും കൂടി മനസ്സിലാക്കി, ആ റോൾസിൻ്റെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല പിള്ളേരോട് കുറച്ചുകൂടി അടുക്കുന്നു. ആ കുറച്ച് മാസങ്ങളൊക്കെ ഞാൻ ഐ ക്യാൻ സേ ദാറ്റ് ഐ വാസ് ലൈക്ക് എ മദർ. പക്ഷേ ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം അവരെ അവരുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വിടുവാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഇപ്പം പിള്ളേരുടെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സുണ്ട്, അതുപോലെ ജിസ്യൂത്ത് സംബന്ധമായ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേട്ടൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് മാനേജ് ചെയ്യാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് വിത്ത് നിമ്മി, എനിക്ക് നിമ്മിനെ ഒരു സ്ഥലത്തും വിടാൻ ഇഷ്ടമില്ല. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച് പോകും, മാക്സിമം ട്രൈ ചെയ്യും. സാധാരണ പ്രഗ്നൻസി സമയത്ത് അങ്ങോട്ട് വിടും എന്നുള്ളൊരു സാധാരണ ഒരു പരമ്പരാഗത രീതിയുണ്ടല്ലോ. ട്രഡീഷണൽ പല കാര്യങ്ങൾക്ക് ട്രഡീഷണൽ കൾച്ചറൽ അപ്രോച്ചുകളുണ്ട്. പക്ഷേ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ പെയിൻഫുൾ ആയ ഒരു കാര്യമാണ് നിമ്മിനെ എങ്ങോട്ട് വിടുകയാണെങ്കിൽ, എസ്പെഷ്യലി വെൻ നിമ്മി ഈസ് പ്രഗ്നന്റ്, വെൻ നിമ്മി ഈസ് ഗോയിങ് ത്രൂ സംതിങ്. കൂടുതൽ കൺസേൺ ആയിരിക്കുമല്ലോ ഈ പ്രഗ്നൻസിയിൽ, ഈവൻ ആഫ്റ്റർ പ്രഗ്നൻസി പോലും ഞാൻ നിമ്മിനെ എൻ്റെ കൂടെ തന്നെയാണ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ കോർ എലിമെൻറ്റ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു പ്രഗ്നൻസി, വി ആർ പ്രഗ്നന്റ്, അല്ലാണ്ട് ഒരാൾ പ്രഗ്നന്റ് ആയിട്ട് പറഞ്ഞു വിടലല്ല. ഞങ്ങൾ ഒരുമിച്ചും വി ആർ ഗോയിങ് ത്രൂ ദിസ് ബ്യൂട്ടിഫുൾ ടൈം ആൻഡ് വി ആർ എൻജോയിങ്. ഇതിൽ വേറൊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിബ്രേഷൻ, ഒരു ഫെസ്റ്റിവലിൽ നമ്മൾ ഒരാളെ പറഞ്ഞു വിടില്ലല്ലോ. പിന്നെ ഈവൻ ഈ ഒരു പ്രഗ്നൻസിയിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ നിമ്മിനെ കൂടെയാണ് മാക്സിമം ട്രൈ ചെയ്യും യാത്ര ചെയ്യാൻ പോലും. ബിക്കോസ് വി ആർ സെലിബ്രേറ്റിംഗ്. സമയത്ത് ഹസ്ബൻഡിൽ കിട്ടുന്ന കെയർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഹസ്ബൻഡ് ആൻഡ് ഓൾസോ ഹസ്ബൻഡിൻ്റെ ഒരു പ്രസൻസ് തന്നെ, മിനിസ്ട്രി ഓഫ് പ്രസൻസ് എന്ന് പറയും. പല സിറ്റുവേഷൻസിൽ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് വേറൊന്നും വേണ്ട, ജസ്റ്റ് ആൾ പ്രസൻ്റ് ആയിരുന്നു, ഒന്നും പറഞ്ഞില്ല, പക്ഷെ ആ ഒരു സമയത്ത് ഹി വാസ് പ്രസൻറ്റ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് കോൺട്രിബ്യൂഷൻ. പിന്നെ ഫുൾ ടൈം സ്കെഡ്യൂൾ വരെ പല രീതിയിൽ മാറാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടൈം സ്കെഡ്യൂൾ പ്രഗ്നൻസി തുടങ്ങി കഴിഞ്ഞാൽ ടോട്ടലി മാറി. പിള്ളേരെ കുളിപ്പിക്കുക, ഞാൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്ന സമയം, പല കാര്യങ്ങളും. അത് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യും. ഈ 3ാമത്തെ പ്രഗ്നൻസി വന്നപ്പോൾ ഞാൻ ആദ്യത്തെ 2 പ്രഗ്നൻസി മിസ് ചെയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ പ്രഗ്നൻസി വന്നപ്പോൾ തിരിച്ച് അങ്ങനത്തെ കുറേ പ്രിവിലേജസ് എനിക്ക് തിരിച്ച് കിട്ടി. ഈ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കൂടുതൽ കളിക്കാനും കൂട്ടുകാരും, പിന്നെ ഓഫീസിലെ പല പ്രൊജക്ട്സ് നമ്മൾ, പിന്നെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മൾ ലീവ് എടുക്കും. അങ്ങനെ തന്നെയാണ് നമ്മളെ പല ഒഴിവാക്കാൻ പറ്റുന്ന പ്രൊജക്ട്സൊക്കെ ഞാൻ ഒഴിവാക്കാൻ പറ്റുന്ന ട്രാവൽ എല്ലാം ഒഴിവാക്കി. അതൊരു കോമൺ ഡിസൈൻമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ പല പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട്. ഞാൻ നിമ്മി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് 2 പേരും കൂടി കൺവിൻസ്ഡ് ആയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വളരെ കെയർഫുള്ളാണ് പ്രഗ്നൻസിയുടെ സമയത്ത് ടേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരു യൂണിറ്റി ഉണ്ട്. ഇനി വളരെ അത്യാവശ്യമായിട്ട് കാര്യം എനിക്ക് പോകണം എന്ന് നിർബന്ധമായി കഴിഞ്ഞാൽ പോലും നിമ്മി എൻ്റെ കൂടെയുണ്ട്. ബിക്കോസ് ഞങ്ങൾ പ്രയറിൽ എടുത്തേക്കുന്ന ഒരു ഡിസൈൻമെൻ്റ് ആയ കാരണം. സോ പ്രയറിൽ എടുത്തേക്കുന്ന ഡിസൈൻമെൻ്റ് ആയ കാരണം എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. അല്ലാണ്ട് നിമ്മി വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിമ്മി എൻ്റെ കൂടെയുണ്ട്, നമ്മളിങ്ങനെ സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു. ഓക്കെ, അപ്പം ഒരുപാട് ടിപ്സ് ഭാവിയിലേക്ക് കിട്ടിക്കാണും. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കപ്പിളും യുണീക്കാണ്, എല്ലാ പ്രഗ്നൻസീസ് യുണീക്കാണ്. ജസ്റ്റ് ലൈക്ക് എവറി ചൈൽഡ് ഈസ് യുണീക്ക്, എവറി പ്രഗ്നൻസി ഈസ് യുണീക്ക്. അപ്പോൾ ഓരോ പ്രഗ്നൻസിയിലും ഹസ്ബൻഡ് പ്ലേ ചെയ്യുന്ന റോള് ചിലപ്പോൾ ഡിഫറെൻ്റ് ആവും. ചില പ്രഗ്നൻസീസിൽ യു മൈറ്റ് ഹാവ് എ ഡിഫറെൻറ്റ് റോൾ, ചില പ്രഗ്നൻസീസിൽ ഡിഫറെൻറ്റ് റോൾ. സോ ദാറ്റ് ഈസ് യുണീക്ക്. ഏത് റോൾ എടുക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഡിസൈൻമെൻ്റ് ആണ്. താങ്ക് യു ചേട്ടാ, ഒത്തിരി ടിപ്സ് ആയിരുന്നു, നല്ല ടിപ്സ്. എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ ഭാര്യമാർക്കും വി ആർ പ്രഗ്നന്റ് എന്ന് പറയാൻ പറ്റട്ടെ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജൻ ആൻഡ് മീനു. ഇനി എന്തായാലും നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന്, ശരിക്കും ജെർണച്ചൻ്റെ ആ ഒരു രസകരമായ ആംഗിളിൽ നിന്ന് നമുക്ക് ഇതൊന്ന് കേൾക്കാം.
ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ജെർണച്ചൻ എന്താ പറയാനുള്ളത് കേൾക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻസ്. ഈശംശികായിക്ക് സ്വീകരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ വിശേഷപ്പെട്ടാണ്. പറയാൻ തന്നെ എന്ത് രസമാണ്. വി ആർ പ്രഗ്നൻറ്റ്. ഞാനത് മലയാളത്തിലേക്ക് മാറ്റാനായിട്ട് കുറേ കഷ്ടപ്പെടുമായിരുന്നു. വി ആർ പ്രഗ്നൻറ്റ്. ഞാൻ ഗർഭിണിയും ഞാൻ ഗർഭണനുമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു മലയാള വാക്ക് തന്നെ കിട്ടാൻ കഷ്ടപ്പെടുകയാണ്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് പറയാം വി ആർ പ്രഗ്നൻറ്റ്. ഞാനതൊരു കോൺസെപ്റ്റ് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു കുറേ നേരം ഇരുന്നിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയാണ്, പെൺകുട്ടി കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നു, സ്ത്രീ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം പുരുഷൻ ഭർത്താവ് കുഞ്ഞിനെയും ഭാര്യയെയും ഒരുമിച്ച് ക്യാരി ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു തമാശക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഇത്ര വയറുണ്ടെങ്കിൽ ഭർത്താവിന് ഇത്രയും വയറ്, രണ്ടുപേരോട് ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത് തന്നെയാണ് ഈ ടോപ്പിക്കിൻ്റെ മഹാത്മ്യവും. വി ആർ പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യയും കുഞ്ഞിനെയും ഒരേപോലെ തന്നെ ക്യാരി ചെയ്യുന്ന വളരെ വിശിഷ്ടമായൊരു വിളിയുടെ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ റോളിനെ പറ്റി തന്നെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഏറ്റവും കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതും. ഈ നെറ്റിവിറ്റി സീനിൽ, നമ്മൾ ഈ ഈശോയുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ട സീനുകളിൽ ഏറ്റവും മനോഹരമായ ഒരു പിക്ചർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, യോസേപ്പിതാവ് ഗർഭിണിയായ മാതാവിനെയും കൂട്ടിക്കൊണ്ട് സത്രം അന്വേഷിച്ച് പോകുന്ന മനോഹരമായ ചിത്രമുണ്ട്. യോസേപ്പിതാവ് ഒരു കൈവിളക്കൊക്കെ കൈ പിടിച്ച് മുൻപേ ഒരു കയ്യിൽ കൈവിളക്കും മറ്റേ കയ്യിൽ കഴുതയുടെ ജീനിയും പിടിച്ചു പോകുന്നു. കഴുതപ്പുറത്ത് മാതാവ്, ഗർഭിണിയായ മാതാവ് കൂടെ പോകുന്നു. നോക്കിക്കേ, ആരെവിടെ സഫറിങ്സ് എടുക്കുന്നത്? യോസേപ്പിതാവ് ഒന്ന് കയ്യിൽ വിളക്ക് പിടിച്ചുകൊണ്ട് മുൻപേ വഴി കാണിക്കുന്നു, നടന്നു പോകുന്നു, ഭാര്യയെ കയറ്റിയിരുത്തിക്കൊണ്ട്. ദിസ് ഈസ് ദ റോൾ ഓഫ് എ ഹസ്ബൻഡ്. ഇതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നത്, നമ്മൾ ഇതാവുന്നെന്ന് പറയുന്നതിൻ്റെ മഹാത്മ്യം, മനോഹാരിത. യോസേപ്പിതാവിനെ പോലെ മുൻപേ നടന്ന് വെട്ടം കാണിച്ച് കെയറിങ് എക്സ്ട്രാ കൊടുക്കാനുള്ള വലിയൊരു വിളി. അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നുന്നു ഒരു പണ്ടത്തെ കാലത്തെക്കാളൊക്കെ ഒത്തിരി കൂടുതലായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ, ആൺകുട്ടികൾ ഇതിനെപ്പറ്റി അവെയറാണ്. അവർ കൂടുതൽ എക്സ്ട്രാ ഐ എം സോ ഹാപ്പി ടു സേ ദാറ്റ്. എൻ്റെ ഒത്തിരി അടുത്ത സുഹൃത്തുക്കളൊക്കെ അവരുടെ ഭാര്യമാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവരെടുക്കുന്ന പെയിനും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കണ്ടിട്ട് എനിക്ക് സന്തോഷവും ദൈവത്തെ സ്തുതിക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും പണ്ടത്തെ കാലമൊക്കെ കുറേ കൂടി അവെയറാണ് ഇതിൻ്റെ കാര്യത്തെപ്പറ്റി. നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ശരിക്ക് ഒരു സ്ത്രീ ഗർഭവതിയായി കഴിയുമ്പോൾ നമുക്ക് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം കൽപ്പിച്ചു കൊടുക്കുന്ന ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യരുത്. ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം, ചിലതൊക്കെ കഴിക്കരുത്. ചില യാത്രകളൊക്കെ നടത്താം, ചിലതൊക്കെ നടത്തരുത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി നടക്കരുത്. ചില പ്രത്യേക ജോലികൾ ചെയ്യരുത്. ചിലർക്ക് സ്റ്റെപ്പ് കയറരുത്. ചിലർ എക്സസൈസ് ഒക്കെ ചെയ്യണം. കുറേ ഡൂസ് ആൻഡ് ഡോൺസിന് നീണ്ടൊരു ലിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വി ആർ പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ ഈ ഡൂസ് ആൻഡ് ഡോൺസ് ക്ലിയർലി ആപ്ലിക്കബിൾ ടു ദ ഹസ്ബൻഡ്സ് ടു. ഭർത്താക്കന്മാർക്കും ഈ ഡൂസ് ആൻഡ് ഡോൺസ് കുറേ കാര്യങ്ങൾ ഭാര്യ ഗർഭവതിയാകുമ്പോൾ അവരുടെ ജീവിതത്തിലും സ്വാഭാവികമായിട്ട് വരും. അതായത് ഭാര്യ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് ശാരീരികമായ വ്യത്യാസങ്ങൾ വരുന്നു, ഭർത്താവിന് യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ റോൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് ഭർത്താവിന് വേണ്ടി വരും? നമുക്ക് ആദ്യം ഡൂസിനെ പറ്റി ചിന്തിക്കാം. എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, എൻ്റെ പുരുഷന്മാരായ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരെ, നിങ്ങൾ കുറെ കൂടി വളരെ വിസിബിളായ രീതിയിൽ ഭാര്യയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റണം. നിങ്ങൾ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള, കാരണം അവർക്ക് ഒത്തിരി ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന, ഒത്തിരി മനോനിലയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നൊരു സമയമാണിത്. പ്രത്യേകിച്ച് എന്നെ ആദ്യത്തെ പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ ഒത്തിരി ആകാംക്ഷ, ഒത്തിരി അസ്വസ്ഥത, ഒത്തിരി പേടി, പ്രത്യേകിച്ച് മറ്റു പലരുടെയും ഭാഗത്തുള്ള ഒരു കോർണറിങ്, വർക്ക് പ്ലേസിലെ കോർണറിങ് കാണും, ചിലപ്പോൾ ഇൻലോസിൻ്റെ ഭാഗത്തുള്ള കോർണറിങ് കാണും. അതുകൊണ്ട് തന്നെ അവരൊരു പാറ്റും ഒരു ഹഗ്ഗും ഒക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആൺ സുഹൃത്തുക്കളെ, അത് ഒന്നാമത്തെ കാര്യം. ഒരല്പം കൂടി എക്സ്ട്രാ കെയർ വിസിബിളായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തൊട്ടും തലോടിയൊക്കെ തന്നെ സ്നേഹിക്കാനുള്ള വലിയൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കണം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രാർത്ഥിക്കണം. ഓടി നടന്ന് പ്രാർത്ഥിക്കണം. 3 പേർക്ക് വേണ്ടിയല്ലേ, നിങ്ങൾക്ക്, ഭാര്യയ്ക്ക്, കുഞ്ഞിന്, വരാൻ പോകുന്ന ആളെ ഒരുക്കാൻ വേണ്ടി, അതിലേക്ക് ശക്തി കിട്ടാൻ വേണ്ടി ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കണം. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. നിങ്ങൾ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞിന് വിസിബിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ആ സ്നേഹം കിട്ടണമെങ്കിൽ ഭാര്യയ്ക്ക് സ്നേഹം കിട്ടും. ഭാര്യയ്ക്ക് കൊടുക്കുന്നതെല്ലാം കുഞ്ഞിന് കിട്ടുന്നുണ്ട്, സ്നേഹവും പ്രാർത്ഥനയും എല്ലാം. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയും, ഭർത്താക്കന്മാരെ, നിങ്ങൾക്കുള്ള വലിയൊരു പ്രത്യേക കൃപയാണ് ഭാര്യമാരുടെ വയറിൽ കയർവെച്ച് പ്രാർത്ഥിക്കണം. അതായത് നിങ്ങളുടെ കുഞ്ഞിനെ തലയിലെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം അത് നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു ഭാഗ്യമാണ്. ഒരു പുരോഹിതൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അതേ വിശുദ്ധിയോടും അതേ അധികാരത്തോടും കൂടെ നിങ്ങൾ പിതാവിൻ്റെ അധികാരത്തോടും കൂടെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എത്ര മനോഹരമായ ചാൻസ് ആണത്. നെവർ മിസ് ഇറ്റ് ഔട്ട്. അത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണം. ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഉമ്മ കൊടുക്കും, ഭാര്യയുടെ വയറ്റിൽ ഉമ്മ കൊടുക്കും, കൈവച്ച് പ്രാർത്ഥിക്കും, കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഇതെല്ലാം കുഞ്ഞിനാ കിട്ടുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ
ഭാര്യയെക്കാളും കൂടുതൽ ഇവന് കമ്മ്യൂണിക്കേഷൻ ഈസിയാണെന്നാണ് ഇവൻ പറയുന്നത്. ചെറുപ്പക്കാരനായ ഒരു അപ്പനാണ്, 2 മക്കളുടെ അപ്പം. അവൻ പറയുകയാണ്, ഞാൻ പറയുന്നതെല്ലാം എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ പറയുന്നതെല്ലാം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ നീഡുകളൊക്കെ എനിക്കും മനസ്സിലായി. ഞങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ വെരി ഈസിയായി. കാരണം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചതിനും അവനോട് സംസാരിച്ചതിനും ഒരു കണക്കുമില്ല. എൻ്റെ ഭാര്യയെക്കാളും കൂടുതൽ അവനെ ഞാൻ കെയർ ചെയ്ത് സ്നേഹിച്ചു, അവനോട് കൂടുതൽ സംസാരിച്ചു എന്ന് ഈ ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ. എല്ലാ ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ എന്നാൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭാര്യയുടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, ഒപ്പം വരുന്ന പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ജപമാല ചെല്ലുക, ഒരുമിച്ച് വചനം വായിക്കുക, സങ്കീർത്തനങ്ങൾ പാടുക. സാധിക്കുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ നിത്യാരാധന ചാപ്പലിലേക്ക്. കാരണം ഇവൾക്ക് എല്ലാ സമയങ്ങളിലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ഡോൺസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഓവർകം ചെയ്യാൻ വേണ്ടി ഭർത്താവ് സാധിക്കുന്നിടങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോകുക, ആൾക്കാരൊക്കെ കുറയുന്ന സമയങ്ങളിലൊക്കെ പള്ളിയിൽ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഡൂസിൻ്റെ ഭാഗത്ത് വരുന്നത്. മറ്റൊരു ഡൂസിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, പ്രഗ്നൻസി ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ സാധിക്കുമെങ്കിൽ ഭർത്താവ് തന്നെ കൂടെ പോകണം കേട്ടോ. എന്നോട് ഒരിക്കൽ ഒരു ഭാര്യ ഒരു ചേച്ചി പറഞ്ഞ, ഒരു കോളേജ് പ്രൊഫസറാണ്, അവർ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് അഭിമാനമാണ് എൻ്റെ കൂടെ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ ഭർത്താവ് വരുന്നത്. സാധാരണയൊക്കെ അവിടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നു ഇൻലോസ്, അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തൂനൊക്കെയാണ് കൂടെ കാണുന്നത്. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഭർത്താവ്, സമയമില്ലെങ്കിൽ പോലും സമയം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും എൻ്റെ ടെസ്റ്റിൻ്റെ ദിവസങ്ങളും ഡോക്ടറെ കാണേണ്ട ദിവസങ്ങളിലും എല്ലാം ഭർത്താവ് കൂടെ വരും. അതുകൊണ്ട് എന്താ ഗുണം? ഡോക്ടറിൻ്റെ പല കാര്യങ്ങളും ഈ പെൺകുട്ടിയോട് പറയാൻ പറ്റാത്തത് കാണും. അവിടെയൊക്കെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ അറിഞ്ഞു ചെയ്യാനുള്ള വലിയൊരു ജ്ഞാനം അവിടെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു, I'm really proud about to have my husband when I go to the hospital, especially to see the doctor on my last stage of pregnancy. അതൊരു വളരെ പ്രധാനപ്പെട്ട ഭർത്താക്കന്മാർ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതാണ് കുറച്ച് ഡൂസിൻ്റെ പാർട്ട്, ചെയ്യേണ്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടിയൊക്കെ എക്സ്ട്രാ ടൈം കടത്താൻ ശ്രമിക്കണം. കാരണം അവൾ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുമല്ലോ ദിവസത്തിന് മുഴുവൻ, പ്രത്യേകിച്ച് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലൊക്കെ പലപ്പോഴും അധിക സമയം ഒറ്റയ്ക്കൊക്കെ ഇരിക്കേണ്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലോൺലിനെസ് ഒക്കെ കാണുന്നേ. അപ്പോൾ അതുകൊണ്ട് ഭർത്താക്കന്മാരൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഭാര്യയ്ക്ക് ചെയ്യാവുന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഭർത്താക്കന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഭാര്യമാർ ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്കൊരു നീഡൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയാനുള്ള എളിമ കാണിക്കണം. നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഒരു ഇഷ്ടപ്പെട്ട ഒരു യാത്ര, ഒരു പ്രത്യേക കാര്യം ചെയ്തു തരണം, നിങ്ങൾ പറയണം. കാരണം ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് വലിയ പെണ്ണുങ്ങളുടെ സൈക്കോളജിയെ പറ്റുന്ന പിടുത്തൊന്നുമില്ല. ആകെ കുറച്ച് പെൺ സൈക്കോളജിയൊക്കെ കേട്ടത് എപ്പോഴാണെന്ന് അറിയാവോ? ആകെ നമ്മൾ കല്യാണ ഒരുക്കത്തിൽ വന്ന 3 ദിവസത്തെ ക്ലാസ്സിൽ വെച്ച് കേട്ട കുറച്ച് സൈക്കോളജിയൊക്കെ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് അറിയാവോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭർത്താക്കന്മാരോട് ചോദിക്കണം, എനിക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊന്നും ചെയ്തു തരാൻ പറ്റുമോ? ദേ വിൽ ബി റെഡി ആൻഡ് ഹാപ്പി. അല്ലാതെ നിങ്ങൾ അറിഞ്ഞു ചെയ്യണമെന്നൊക്കെ വാശി പിടിച്ചിരുന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടത്തുമില്ല, നിങ്ങൾക്ക് കുറേ മുറിവുകൾ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പുരുഷന്മാരെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സ്ത്രീകൾക്കുമുണ്ട് ഈ ഭാഗത്ത്. ഇനി ഡോൺസ്, എന്തൊക്കെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഞാൻ പറയും, ഭർത്താക്കന്മാരെ, ഇത് നിങ്ങൾക്ക് പ്രത്യേക കാലഘട്ടം ദൈവം അനുവദിച്ച് തന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചില മേഖലകളിലൊക്കെ വളരാൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ചില തഴക്കദോഷങ്ങൾ, അഡിക്ഷൻസ്, പല പുകവലിയോ മദ്യപാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തഴക്കദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ദൈവം തന്നൊരു നോമ്പുകാലമാക്കി ഈ ഭാര്യ ഗർഭിണിയായ സമയത്തെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. പ്രത്യേകിച്ച് ഇതൊരു പ്രാർത്ഥനയും ഒരു സാക്രിഫൈസും കൂടിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭാര്യയെ കംഫർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് പുകവലിക്കുന്ന ശീലമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം. കാര്യം ഭാര്യയ്ക്ക് അല്ല കുഞ്ഞിന് ഇതൊക്കെ അസുഖങ്ങൾക്ക് കാരണം കൂടിയാകുമല്ലോ. മോർ ദാൻ ദാറ്റ്, നിങ്ങൾ കുറേ കൂടിയൊക്കെ ബോധവാന്മാരായിട്ട് സ്നേഹത്തോടെ ഭാര്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. ഈ അഡിക്ഷൻസൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ, എനിക്ക് അറിയാവുന്ന ചില ചെറുപ്പക്കാരായ ഭർത്താക്കന്മാരൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ട് ജീവിതകാലത്തേക്ക് മുഴുവൻ അവർക്ക് അഡിക്ഷൻസിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഭാര്യയ്ക്ക് കൂടിയൊക്കെ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നിങ്ങൾ ശീലിക്കണം. കാരണം അവൾക്ക് ഈ ഗർഭകാലത്ത് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളും മണങ്ങളൊക്കെ കാണുമല്ലോ. പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് അവർ വാശി പിടിക്കുമ്പോൾ അവിടെ സഫർ ചെയ്യുന്ന ഭാര്യയല്ലേ. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് കൂടി ശ്രദ്ധിക്കാം. ഭാര്യയ്ക്ക് പറ്റാവുന്ന ഭക്ഷണങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് ചുരുങ്ങാം. മറ്റൊന്ന് യാത്രകളാണ്. നിങ്ങൾ ഒരുമിച്ച് കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, കൂട്ടുകാരുടെ ഒപ്പവും ഭാര്യയ്ക്കൊപ്പവും ഒക്കെ. ഭാര്യ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവളുടെ യാത്രകളുടെ ദൂരം അങ്ങ് കുറയുകയാണല്ലോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് വളരെ ബോധപൂർവം അവരുടെ യാത്രകൾ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഭാര്യയ്ക്ക് കൂടി പോകാവുന്ന ഇടങ്ങളിലേക്ക് മാത്രം യാത്രകൾ ഒഴിവാക്കാം. പ്രത്യേകിച്ച് ആത്മീയ യാത്രകൾ തിരഞ്ഞെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണ്, ഉദരത്തിലുള്ള കുഞ്ഞിനും കൂടി. ഇതാണ് ചില ഡൂസ് ആൻഡ് ഡോൺസ്. നിങ്ങൾക്കൊന്ന് നന്നായിട്ടൊന്ന് ബോധപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വി ആർ പ്രഗ്നന്റ് എന്ന ഭാഗം സൂപ്പറായിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വൂം ക്യാറ്റ് എന്നാണ് ഈ ഒരു കാലഘട്ടത്തെ പ്രഗ്നൻസിയെ ഏഞ്ചൽസ് ആർമി ഡിഫൈൻ ചെയ്യുന്നത്. കർത്താവ് നൽകിയ വലിയൊരു വെളിപാടാണിത്. എന്താണ് ഈ വൂം ക്യാറ്റ്?
ആ വാക്കിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വരും. കാരണം വൂംബ്, ഉദരം, കാറ്റ് മീൻസ് കാറ്റക്കിസം. നമ്മുടെ ബെനഡിക്ട് പാപ്പ യു കാറ്റ് എന്ന് പറഞ്ഞിറക്കിയതിൻ്റെ ഒരു മോഡേൺ വെർഷനായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഏഞ്ചൽസ് ആർമി രൂപം കൊടുത്ത ഒരു പുതിയൊരു പ്രബോധനമാണിത്, വൂം കാറ്റ്. ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞിന് കാറ്റക്കിസം കൊടുക്കുക, കുഞ്ഞിന് ബോധ്യങ്ങൾ കൊടുക്കുക, കുഞ്ഞിന് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക, പ്രാർത്ഥനകൾ പരിചയപ്പെടുത്തി കൊടുക്കുക, മൂല്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന. കാരണം പ്രിയപ്പെട്ട അപ്പന്മാരെ, അമ്മമാരെ, പ്രത്യേകിച്ച് ഗർഭകാലത്തിലുള്ളവരെ, നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഓടി നടക്കാതെ കൃത്യമായിട്ട് ഫോർമേഷൻ കൊടുക്കാൻ കിട്ടുന്ന ഏക കാലഘട്ടം ഇതാണ്, ഈ 10 മാസം 9 മാസം. കുഞ്ഞ് ഇരുന്ന് തരും, നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട്, നിങ്ങൾ കൊടുക്കുന്നതെല്ലാം സ്വീകരിച്ച്. അതിനുശേഷം ഏതെങ്കിലും കുഞ്ഞ് ഇരുന്ന് തരും. പ്രത്യേകിച്ച് ഓടി നടക്കുന്ന പ്രായത്തിൽ നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരിരുന്ന് തരത്തേയില്ല. അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ സൈക്കോളജി പറയുന്നത് ദ ഫൗണ്ടേഷൻ ഇയേഴ്സ് ആണ്. പ്രഗ്നൻസി മുതൽ ആദ്യത്തെ 3 വർഷമാണ് കുഞ്ഞിൻ്റെ ഏറ്റവും എല്ലാ ഇൻ്റലക്റ്റും അതുപോലെ തന്നെ ബ്രെയിൻ എല്ലാം ഫോം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കുഞ്ഞിന് കിട്ടുന്നതെല്ലാം ഫൗണ്ടേഷനായിട്ട്, അടിത്തറയായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് ഈ ഒരു വൂം കാറ്റ് ഒരു മനോഹരമാക്കണം. അതുപോലെ തന്നെ ഏഞ്ചൽസ് ആർമി എല്ലാ മാസവും വൂം കാറ്റ് റിട്രീറ്റ് നടത്തുന്നുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഏഞ്ചൽസ് ആർമി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അതിനുള്ള വിവരങ്ങൾ എല്ലാ മാസവും. ആ ധ്യാനം ഗർഭിണിയായ പെണ്ണിനോട് മാത്രം ധ്യാനമല്ല, വി ആർ പ്രഗ്നന്റ്, ഭാര്യയ്ക്കും ഭർത്താവിനും. പ്രത്യേകിച്ച് മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ. കാരണം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, കാരണം അവരിതിനെപ്പറ്റി അറിഞ്ഞിരിക്കും നല്ലതാ. വിവാഹം കഴിഞ്ഞ് ഫ്രഷായിട്ട് നിൽക്കുന്നവർ, അതുപോലെ തന്നെ പ്രഗ്നൻസി സ്റ്റേജിലുള്ളവർ. ഈ ഒരു 3 കാറ്റഗറിയിലുള്ളവരാണ് ഈ വൂം കാറ്റിൽ പെടുന്നത്, ഈ വൂം കാറ്റ് റിട്രീറ്റിൽ പെടുന്നത്. ഭാര്യയും ഭർത്താവും അവർ ഒരുമിച്ച് ധ്യാനം കൂടി കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അതിനുശേഷം അതുപോലെ തന്നെ ഉദരത്തിലായവർ ആ കുഞ്ഞിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു. ഇത്ര മനോഹരമായ വിശുദ്ധമായ ഒരു കാലഘട്ടം. അതുകൊണ്ട് ഈ ഒരു വൂം കാറ്റ് പീരീഡ് ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് സമയം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഈ ഒരു 10 മാസം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്ക് എല്ലാം എക്സ്ട്രാ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നും ചേർന്ന് നിൽക്കും. അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് എന്നും കർത്താവ് നൽകിയ ആ ഒരു കൃപയാൽ ഒട്ടി നിൽക്കും. ദ ബെസ്റ്റ് ടൈം യു ക്യാൻ സ്പെൻഡ് വിത്ത് യുവർ വൈഫ് ഇസ് എ പ്രഗ്നൻസി പീരീഡ്. എല്ലാം അധികമായിട്ട് കൊടുക്കാൻ, ചില അരുതുകളൊക്കെ ജീവിതത്തിൽ വെക്കുവാനായിട്ട് കർത്താവ് വലിയ കൃപ തരട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് ഈ നിമിഷം ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഒന്ന് ചേർന്ന് നിൽക്കട്ടെ, മക്കളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച്, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയുള്ള സ്ത്രീകളെയൊക്കെ ഈ നിമിഷം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്ക്. ഭർത്താക്കന്മാർ അവരുടെ ഉദരത്തിൽ കരം വെച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കരത്തിൽ കർത്താവിൻ്റെ കരമുണ്ട്, കർത്താവിൻ്റെ ശക്തിയുണ്ട്. ആത്മാവ് ഇറങ്ങി വരുന്ന അനുഗ്രഹീത നിമിഷങ്ങൾ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ ആദ്യ നാളുകളിൽ ജീവിക്കുന്നവർ, കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയവർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തിൽ ജീവിക്കുന്ന അനേകം ദമ്പതിമാർ, നിരാശയിൽപ്പെട്ടു പോയവർ, അവരൊക്കെ ഈ നിമിഷം കർത്താവിൻ്റെ കനിവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്വർഗം തുറക്കുന്ന അനുഗ്രഹീതമായ നിമിഷമാണിത്. ആത്മാവിറങ്ങി വരുന്ന അനുഗ്രഹീതമായ നിമിഷം. ഉദരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ഉദരങ്ങൾ തുറക്കപ്പെടുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്നവൾ ഇനിമേൽ അനുഗ്രഹീത എന്ന് വിളിക്കപ്പെടുമെന്ന തിരുവചനം ഈ നിമിഷം പല കുടുംബങ്ങളിലും പൂർത്തിയാകുന്നു. യോസേപ്പിതാവേ, മാതാവേ, പ്രത്യേകിച്ച് തെരി കുടുംബത്തിൻ്റെ മധ്യസ്ഥരെ, സഭയിലെ എല്ലാ വിശുദ്ധരായ ദമ്പതിമാരെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏഞ്ചൽസ് ആർമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you, uncle. Thank you, Thank you, auntie.